പ്ലാസൻ്റ എന്തൊരു അത്ഭുതകരമായിട്ടുള്ള അവയവമാണ്. അത് നിങ്ങളുടെ ശരീരത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച ശേഷം തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു അവയവമാണ്. ഹായ് ഹലോ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് പ്ലാസൻ്റ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇമ്പോർട്ടൻസ് എന്നിവയെക്കുറിച്ചാണ്. പ്ലാസൻ്റ എന്നത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളോ ഓക്സിജനൊക്കെ എത്തിക്കുന്ന, അതേപോലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന, ഗർഭാശയത്തിൽ നിന്ന് ചേർന്ന് വളരുന്ന ഒരു താൽക്കാലിക അവയവമാണ്. ഇത് 3-ാം മാസത്തിലാണ് പൂർണ്ണമായിട്ട് വികസിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. കുഞ്ഞിൽ നിന്നും ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ദഹനത്തിന് ശേഷം ഉണ്ടാകുന്ന മറ്റു മാലിന്യങ്ങളൊക്കെ അമ്മയുടെ ശരീരത്തിലേക്ക് മാറ്റുകയും അതേപോലെ ഗർഭാശയത്തിനുള്ളിൽ വൃത്തിയാക്കുകയും ബാലൻസ് ആക്കി നിർത്തുകയും ചെയ്യുന്നതും പ്ലാസൻ്റയാണ്. മാത്രമല്ല, ഗർഭം നിലനിർത്താനും ബേബി സേഫായിട്ട് വളരാനും ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയെ തയ്യാറാക്കുകയും ചെയ്യുന്ന HCG, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും പ്ലാസൻ്റയാണ്. ഒരു പട്ടാളക്കാരനെ പോലെ കുഞ്ഞിന് സംരക്ഷണ കവചം തീർക്കുന്നുണ്ട് പ്ലാസൻ്റ. അമ്മയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ചില ഹാനികരമായിട്ട് ഘടകങ്ങളെ അത് ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ളത് മാത്രം കടത്തിവിടുന്നു. എന്നാൽ മദ്യം, ലഹരി മരുന്നുകൾ ഇവയൊന്നും ഫിൽട്ടർ ചെയ്യാൻ നമ്മുടെ പ്ലാസൻ്റയ്ക്ക് സാധിക്കൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ അമ്മയുടെ രക്തത്തിലുള്ള പ്രതിരോധ കോശങ്ങളെ കുഞ്ഞിലേക്ക് കടത്തിവിടാൻ സഹായിക്കുകയും അതുവഴി ചില അണുബാധകൾക്കെതിരെ കുഞ്ഞിനെ സ്വാഭാവികമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന പ്ലാസൻ്റയുടെ ആരോഗ്യകരമായ പ്രവർത്തനങ്ങളെ എങ്ങനെ പിന്തുണയ്ക്കാൻ നോക്കാം. അയൺ റിച്ച് ആയിട്ടുള്ള ചീര, മുരിങ്ങ, റെഡ് മീറ്റ്, ഈന്തപ്പഴം, അതേപോലെ മാതളങ്ങ, എല്ല്, റാഗി തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതേപോലെ ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മുട്ട, ചിക്കൻ, പാലുൽപ്പന്നങ്ങൾ, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ള വാൾനട്ട്, ചിയ സീഡ്, മീൻ തുടങ്ങിയ ഫുഡ് ഐറ്റംസും ഒക്കെ ഉൾപ്പെടുത്തി ഒരു സമീകൃത ആഹാരം ശീലമാക്കുക. നന്നായി വെള്ളം കുടിക്കുക. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് പ്ലാസൻ്റ വലുതാവുകയും കൂടുതൽ പോഷകങ്ങളും ഓക്സിജനും എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. 36 to 38 ആഴ്ച എത്തുമ്പോഴാണ് പ്ലാസൻ്റ അതിൻ്റെ പരമാവധി പ്രവർത്തനക്ഷമത കൈവരിക്കുന്നത്. ഗർഭകാലത്തിൻ്റെ ഈ അതുല്യ യാത്രയിൽ റെഗുലർ ചെക്കപ്പ് എടുക്കുകയും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെയും പ്ലാസൻ്റയുടെ ആരോഗ്യം പ്രവർത്തനങ്ങളും ഉറപ്പാക്കുകയും നല്ല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക. അതേപോലെ ചില പ്രഗ്നൻസിയിൽ പ്ലാസൻ്റ താഴെ വരാം. ഇത് ലോ ലെയിങ് പ്ലാസൻ്റ അല്ലെങ്കിൽ പ്ലാസൻ്റ പ്രീവിയ എന്നാണ് ഇത് പറയുക. അതേപോലെ പ്ലാസൻ്റ വേർപെടൽ തുടങ്ങിയ അപകട സാധ്യതകൾ ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം വീഡിയോ ലോങ് ആവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി വരുന്ന പ്രഗ്നൻസി അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.